എല്ലാവരും ശ്രദ്ധിക്കുക, കേൾക്കുക, നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുകയും ചെയ്യാൻ ആമുഖമായിട്ട് പറയുകയാണ്. SKJMCCയെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പതിനായിരത്തി 992 മദ്രസകളാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഇപ്പോൾ അംഗീകാരം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 10-ാം തീയതി നടന്ന വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിൽ 20 മദ്രസകൾക്ക് അംഗീകാരം നൽകി. അതിൽ ഭൂരിഭാഗവും കർണാടകയുടെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള പ്രദേശത്തെ മദ്രസകളാണ്. 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 101 മദ്രസകളെ ആ പ്രദേശത്ത് അംഗീകരിക്കാൻ വേണ്ടി കഠിന ശ്രമം നടത്തുകയാണ് അവിടുത്തെ പ്രവർത്തകർ. അതിൻ്റെ ഭാഗമായിട്ടാണ് 20 മദ്രസകൾ അംഗീകരിച്ചത്. അതിൽ ചില മദ്രസകളൊക്കെ ഈ പരിസരത്തുണ്ട്. ഏതായാലും 16ഓളം മദ്രസകളുണ്ടെന്നാണ് എൻ്റെ വ്യക്തമായ ഓർമ്മ. ആ 10,992 മദ്രസകളും ഉൾക്കൊള്ളുന്ന 572 റേഞ്ചുകൾ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ 21 ജില്ലാ ഘടകങ്ങളുണ്ട്. 1,00,000-ൽ പരം മുഅല്ലിങ്ങളും അതുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കളും മാനേജ്മെൻറ്റ് പ്രതിനിധികളും അടങ്ങുന്ന വലിയൊരു സമൂഹത്തിൻ്റെ നിയന്ത്രിക്കുന്ന ലോകത്ത് തന്നെ തുല്യതയില്ലാത്തൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ്റെ രൂപീകരണം 1959-ലാണ്. 59 രൂപീകരിച്ച് 66 വയസ്സ് പിന്നിട്ട ജമിയത്തുൽ മുഅല്ലിമീൻ ഇന്ന് നല്ല വർണ്ണപ്പകിട്ടോടുകൂടി ഭംഗിയുള്ള നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു വന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദക്ഷിണ കന്നഡ പറയുമ്പോൾ 2-3 വർഷം മുമ്പ് ജാമിയ നൂരിയ നാഷണൽ മിഷൻ്റെ കീഴിൽ ഉത്തര കർണാടകയിൽ അഥവാ ഹുബ്ബള്ളി പ്രദേശത്ത് 10-13 മദ്രസകൾക്ക് ജാമിയ നൂരിയ നാഷണൽ മിഷൻ്റെ കീഴിലുള്ള അത് അനുമതി നൽകിയിരുന്നു, അംഗീകാരം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു 3-4 ഏക്കർ സ്ഥലങ്ങളൊക്കെ വാങ്ങി സമസ്ത കർണാടക ജമിയത്തുൽ ഉലമ രൂപീകരിച്ച് അതിൻ്റെ ഓഫീസൊക്കെ അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വിദ്യാഭ്യാസ ബോർഡിൽ സഹായത്തിന് വേണ്ടി അപേക്ഷ നൽകിയത് ആ സ്ഥലത്തിലേക്ക്. അപ്പോൾ അത് കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു ഇൻസ്പെക്ഷന് വേണ്ടി ഞാനും കർണാടകയുടെ ഒരു കോർഡിനേറ്ററായ റഷീദ് ഹാജിയും ഈ ഹുബ്ബള്ളിയിൽ പോവുകയുണ്ടായി. ഹുബ്ബള്ളി എയർപോർട്ടിൽ നിന്ന് 10-16 കിലോമീറ്റർ അകലെയാണ് കുന്തഗോൾ എന്നുള്ള സ്ഥലം. കുന്തഗോൾ റേഞ്ചുണ്ട്. ഇപ്പോൾ അവിടെ ഒരു റേഞ്ച് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആ കുന്തഗോളിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ 10,000-കണക്കിന് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. ആ പ്രദേശത്തെ ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങൾ. പക്ഷെ സാമ്പത്തികമായി മതപരമായി വളരെയധികം പുറകെ നിൽക്കുന്ന ആ സമൂഹത്തെ കണ്ടപ്പോൾ കണ്ണുനീർ വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്താണ് അവരൊക്കെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ റോഡിൻ്റെ ഇരു സൈഡിലൊക്കെയാണ് വിസർജന സ്ഥലം കക്കൂസായിട്ട് ഉപയോഗിക്കുന്നത്, മുസ്ലിങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. അവരുടെ നാട്ടിലാണ് ജാമിയ നൂരിയ നാഷണൽ മിഷൻ്റെ കീഴിലെ 10-13 മദ്രസകൾക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് അംഗീകാരം വാങ്ങി ആ മദ്രസകളൊക്കെ നടത്തപ്പെടുന്നത്. അവിടെയൊക്കെ മുസ്ലിം എന്ന നാമധേയമുണ്ടെങ്കിലും മുസ്ലിമീങ്ങളുടെ സ്വഭാവ രീതിയോ മറ്റ് സാമ്പത്തിക സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത വളരെയധികം പാവപ്പെട്ട മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയ. പള്ളി എന്നൊന്നും പറഞ്ഞുകൂടാ. പള്ളി പോലത്തെ ഒരു സ്ഥാപനം കെട്ടിയുണ്ടാക്കി അതിൻ്റെ മുമ്പിലൊക്കെ ആ നാട്ടുമൂപ്പൻ്റെ ഒരു ഖബർ ഒരുക്കി ആ ഖബറിന് ചുറ്റും മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ ആളുകളൊക്കെ മനുഷ്യരൊക്കെ ഇങ്ങനെ പൂക്കൾ വിതറി വട്ടം കറങ്ങുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണിതൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ അവർക്ക് സാധ്യമല്ല. അപ്പോൾ അവിടെ പള്ളിയൊക്കെ ഉണ്ടെങ്കിലും 2-3 നേരം മാത്രം ബാങ്ക് കൊടുത്തുകൊണ്ട് ഒഴിവാക്കുന്ന രൂപമൊക്കെ ഉണ്ട്.
പല മുക്രികളും മുഅദ്ദിനുകളൊക്കെ ഗവൺമെൻറ് വഖഫ് ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ടാണ് പള്ളിയിൽ നിൽക്കുന്നത്. 3,000-4,000 രൂപയൊക്കെയാണ് വഖഫ് ബോർഡിൽ നിന്ന് ശമ്പളം ലഭിക്കുക. ചുരുക്കത്തിൽ ആ മുസ്ലിങ്ങളുടെ അവസ്ഥയും കേരളീയരായ നമ്മുടെയൊക്കെ അവസ്ഥയും തമ്മിൽ എന്തേ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ രൂപീകരണവും അതിൻ്റെ പണ്ടത്തെ ആലിമീങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് നമുക്കതൊക്കെ കാണുമ്പോൾ ബോധ്യപ്പെടും. ഷിയ മുസ്ലിങ്ങളെന്നോ സുന്നി മുസ്ലിങ്ങളെന്നോ പറയാൻ കഴിയാത്ത ഒരു പറ്റം മുസ്ലിമീങ്ങളെ, അവരൊക്കെ പഴയ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഇസ്ലാമിനെതിരായ പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതുവരെ പള്ളിയിൽ യോഗം വിളിച്ച് പള്ളിയുടെ ജനലിൽ ചാരിയിരിക്കുന്ന എന്നോട് പറഞ്ഞു, ആ ജനലിൻ്റെ അവിടെ ചാരിയിരിക്കാൻ പാടില്ല, ജനലിൻ്റെ ഉള്ളിലൊക്കെ ഒരു സാധനമുണ്ട്. എന്താ സാധനം എന്ന് വെച്ചാൽ മൊയ്തീൻ ഷേഖിൻ്റെ താടിയാണെന്ന് പറഞ്ഞു. ആ താടി അത്ര വർക്കത്തോടു കൂടിയാണ്, സനതുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആ താടിയൊക്കെ വെച്ചിട്ടാണ് മുഹറം 9-നും 10-നും ഘോഷയാത്രയൊക്കെ നടത്തലാണ് അവരുടെ ആരാധനകളിൽപ്പെട്ടത്. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. നാമൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടത് ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെയും ജമിയത്തുൽ മുഅല്ലിമീൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. ജമിയത്തുൽ മുഅല്ലിമീൻ്റെ രൂപീകരണ ലക്ഷ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന്, മുഅല്ലിങ്ങളെ ശാക്തീകരിക്കുക. എങ്ങനെ ശാക്തീകരിക്കുക? മതാധ്യാപന രംഗത്തുള്ള കഴിവുകൾ നൽകി മുഅല്ലിങ്ങളെ ശാക്തീകരിക്കുക. അതോടുകൂടെ മുഅല്ലിമീങ്ങൾ പ്രയാസപ്പെടുന്ന മുഅല്ലിമീങ്ങളെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് ശാക്തീകരിക്കുക. ഈ 2 ശാക്തീകരണ ലക്ഷ്യം 1959 രൂപീകരിക്കപ്പെട്ട ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഈ ലക്ഷ്യം ഇന്നേ വരെ നടന്നു വന്നതിൻ്റെ ഒരുപാട് തെളിവുകളാണ് നിങ്ങളെൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ. അതുകൊണ്ട് ആ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ എങ്ങനെ ശാക്തീകരിച്ചു എന്നറിയാൻ വേണ്ടി ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, 1978 മുഅല്ലിങ്ങളെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഅല്ലിങ്ങളെ പ്രയാസം മാറ്റാൻ വേണ്ടി മുഅല്ലിം ആനുകൂല്യം 1978 രൂപീകരിച്ചു. തുടക്കത്തിൽ അതിൽ 25 രൂപയായിരുന്നു പ്രഥമമായിട്ട് സഹായം നൽകിയിരുന്നത്. ഇന്നത് 3550 രൂപ വരെ ഓരോ വർഷവും മുഅല്ലിമീങ്ങൾക്ക് മുഅല്ലിം ആനുകൂല്യം നൽകപ്പെടുന്നു. ചില ആളുകൾ തോന്നുന്നു എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കും. ഉദാഹരണമായി ഫൈളി ബിരുദമുണ്ട്, ട്രെയിനിങ് ക്ലാസ്സുണ്ട്, ഹിസ്ബുണ്ട്, ജമിയത്തുൽ മുഅല്ലിമീൻ നടത്തുന്ന മറ്റു പല പരീക്ഷകളുണ്ട്. അതിലൊക്കെ വിജയം നേടിയ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സർവീസ് ഉണ്ടെങ്കിൽ ആ സർവീസുള്ള ആളുകൾക്ക് ലഭിക്കുന്ന സംഖ്യയാണ് 3550. അല്ലാതെ എനിക്കെന്താ കിട്ടാമെന്നുള്ള ചിന്ത പാടില്ല. പിന്നെ മോഡൽ ക്ലാസ്, ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിലെ മോഡൽ ക്ലാസ് തുടങ്ങിയത് 1989. ഈ വർഷം മോഡൽ ക്ലാസ് നടത്തപ്പെടുന്നത് 1, 2, 3, 4 ക്ലാസ്സുകളിലുള്ള മോഡൽ ക്ലാസ്സാണ്. തഫീമുത്തിലാവ അത് മുദരിബാണ് എടുക്കേണ്ടത്. അടുത്ത റേഞ്ച് യോഗത്തിൽ മുദരിബ് അത് അവതരിപ്പിക്കും. ഈ വർഷത്തെ പ്രത്യേകത എന്താണ്? പാഠകിതാബുകളൊക്കെ വളരെ മനോഹരമായി മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ 10-38 വർഷം സേവനം ചെയ്തത് കൊടകിലാണ്, ഗോണിക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോഴും അവിടെ കണക്ഷനുണ്ട്, ബന്ധങ്ങളുണ്ട്. ആ പരിസരത്തുള്ള ദീനിയായ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിളിക്കപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ ജോലി ചെയ്ത മദ്രസ തുറന്ന ഉടനെ മെഹ്റജാനുൽ ബിദായ എന്ന പരിപാടി ഇവിടെയൊക്കെ ഉള്ളതുപോലെ അവിടെ ഉണ്ടായിരുന്നു. 42 കുട്ടികൾ അന്ന് ചേർന്നു 1ാം ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ആരംഭത്തിന് വേണ്ടി തുടക്കം കുറിച്ചപ്പോൾ കുട്ടികളോട് ചോദിച്ചു, എന്നെ നിങ്ങൾക്കറിയാമോ? അപ്പോൾ കുട്ടികളെൻ്റെ മുഖത്ത് നോക്കിയിട്ടോ, നിങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. ചെറിയ കുട്ടികളല്ലേ, നിങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ പേരറിയോ? അത് നമുക്കറിയില്ല. കുട്ടികൾ പറഞ്ഞു നമുക്കറിയില്ല. ഏതായാലും കുട്ടികളുടെ തഫീമുത്തിലാവ് അങ്ങനെ കൈ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ പാഠകിതാബൊക്കെ നിർത്തി നോക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾ മെല്ലെ പേജ് മറിച്ചു. തുടക്കത്തിലുള്ള ആ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. അതിലിങ്ങനെ തൊപ്പിയിട്ട നല്ല വെള്ള വസ്ത്രം ധരിച്ച ആളെ കണ്ടപ്പോൾ ഇയാളെ പേര് ഞങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അറിയില്ല. എന്നാൽ അയാളെ പേരാണ് ഉസ്താദ് എന്ന് ഞാൻ പറഞ്ഞു കുട്ടികളോട്. തൊപ്പിയിട്ട ആളെ പേരാണ് ഉസ്താദ്. അപ്പോൾ കുട്ടികൾ നിങ്ങൾ ഉസ്താദാ? പുസ്തകത്തിൽ കണ്ട ഫോട്ടോ കണ്ടിട്ട് ഉസ്താദാണെന്ന് പറഞ്ഞ് കുട്ടികളോട് തിരിച്ചു ചോദിക്കുക, നിങ്ങൾ ഉസ്താദാ? എൻ്റെ പേര് ഉസ്താദാണ്, എൻ്റെ പേര് ഉസ്താദാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കിൽ മാനേജ്മെൻറ്റിന് ഭാരവാഹികൾ ഉസ്താദന്മാർ ഇരിക്കുന്നുണ്ട്.
അതിൽ 3-4 ഉസ്താദന്മാർ തൊപ്പിയൊക്കെ ഇട്ട് വേഷം ധരിച്ച ബാക്കിൽ ഉസ്താദുമാരുണ്ടോയെന്ന് വെച്ചു കുട്ടികളോട്. അപ്പം കുട്ടികളിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, 4 ഉസ്താദന്മാരുണ്ട്. ബാക്കിയുള്ളതായി അതൊന്നും ഒരു ഉസ്താദൊന്നുമല്ല, അത് ഉസ്താദല്ല, ഉസ്താദല്ല, തൊപ്പിട്ടവരൊക്കെയാണ് ഉസ്താദ്. എന്താണ് ആ കുട്ടികളെ സ്വാധീനിച്ചത്? ആ വിഷ്വലാണ്. ആ പാഠക്കിതാബിലെ തൊപ്പി ധരിച്ച ആൾക്ക് ഉസ്താദ് എന്ന് പറയുമ്പോൾ അത് കുട്ടികളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണം. അങ്ങനെ കുറേ വിഷ്വലൊക്കെ ചിത്രീകരിച്ചു കൊണ്ടുള്ള കൃത്യമായ അവബോധത്തോടു കൂടി ഉണ്ടാക്കിയ പാഠപുസ്തകമാണ്. അതുമായി ബന്ധപ്പെട്ട് ആ കരിമ്പുഴ പൈസൻ്റെ പുറകിലുണ്ട്. മുപ്പത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കും, ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള മോഡൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് 500 രൂപ സെൻട്രൽ കൗൺസിൽ മാറ്റിവെക്കും. പിന്നെ ചില ആളൊക്കെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ആളുകളൊക്കെ 500 സെൻട്രൽ കൗൺസിൽ ചേരുന്നുണ്ടല്ലോ, അതിലൂടെ നമ്മളൊരു 200 കൂടി കൊടുക്കുക, 250 കൊടുക്കില്ല, 500 കൊടുക്കുക, 1000 കൊടുക്കുന്ന റേഞ്ചുകളും ചില ഭാഗത്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ 1000 കിട്ടുന്ന ആളുകൾ അത് ഗൗരവത്തോടെ കണ്ടുകൊണ്ട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് മോഡൽ ക്ലാസ് നടത്തിയാൽ അതിൻ്റെ ഗുണഫലം സമൂഹത്തിലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ശാക്തീകരണം നടന്നു. എന്താ ശാക്തീകരണം? മതാധ്യാപനത്തിൻ്റെ ശാക്തീകരണം. മതാധ്യാപനത്തിൻ്റെ ശാക്തീകരണം നടന്നു. മുകളിൽ പറഞ്ഞ മുഅല്ലിമാനുകൂല്യം ലഭിക്കുകയാണെങ്കിലോ മുഅല്ലിങ്ങളെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരെ ശാക്തീകരണം നടത്തുന്നു. ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പദ്ധതിയാണ്. പിന്നെ ഇപ്പോൾ പല റേഞ്ചുകൾക്കും മദ്രസ ഹയർ സെക്കൻഡറി ഗ്രാൻഡും അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള ഗ്രാൻഡ്, ഹയർ സെക്കൻഡറി ഗ്രാൻഡൊക്കെ ലഭിക്കും. അതൊക്കെ കൊടുക്കേണ്ടതൊക്കെ ഇന്ന ആളുടെ സ്മരണാർത്ഥാണെന്ന് കൃത്യമായ സർക്കുലർ വന്നിട്ടുണ്ടാവും. പക്ഷെ പല റേഞ്ചിലും ആ കൊടുക്കേണ്ട രീതി പോലെ കൊടുക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്താണ് യാഥാർത്ഥ്യം? ഉദാഹരണം, കെ വി ഉസ്താദിൻ്റെ പേരിലുണ്ടാവും സ്മരണ അവാർഡ്, കെ ടി മാനു മുസ്ലിയാരുടെ പേരിലുണ്ടാവും, ശംസുൽ ഉലമയുടെ പേരിലുണ്ടാവും, കെ പി ഉസ്മാൻ സാഹിബിൻ്റെ പേരിലുണ്ടാവും, അങ്ങനെ സി കെ എം സാദിഖ് മുസ്ലിയാരുടെ പേരിലുണ്ടാവും. അവരുടെ സ്മരണയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അവാർഡ് കൃത്യമായി വിതരണം ചെയ്യേണ്ടത്. അങ്ങനെ വിതരണം ചെയ്യുന്ന അവാർഡുകളുടെ ഫോട്ടോസ് വെച്ച് മഹക്കമയിൽ ഹാജരാക്കിയാൽ 10 പോയിൻറ്റും കൂടി ലഭിക്കും. 10 പോയിന്റ് ലഭിച്ചപ്പോൾ മഹക്കമ വെറുതെ ഒന്നല്ല, 3000 രൂപ എ ഗ്രേഡ് നേടിയ റേഞ്ച് സെക്രട്ടറിക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, വെറുതെ അല്ല. 3000 രൂപ എ ഗ്രേഡ് റേഞ്ച് സെക്രട്ടറി നൽകും. പക്ഷേ ഈ റേഞ്ച് സെക്രട്ടറി അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചാൽ ഈ രൂപത്തിൽ മാറാൻ കഴിയും. അവിടെ കൂടിയ ആളുകൾക്ക് ശംസുൽ ഉലമ ആരാന്ന് പരിചയപ്പെടുത്താം, ഉസ്മാൻ സാഹിബ് ആരാന്ന് പരിചയപ്പെടുത്താം, കെ ടി മാനു മുസ്ലിയാർ ആരാന്ന് പരിചയപ്പെടുത്താം, സി കെ എം സാദിഖ് മുസ്ലിയാർ ആരായിരുന്നു എന്നും പരിചയപ്പെടുത്താൻ കഴിയും. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ പല റേഞ്ചുകളും ചിലപ്പോഴൊക്കെ പിന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ റേഞ്ച് ഗ്രാൻഡ് എന്നൊരു വിഷയമല്ല. പണ്ടൊക്കെ വലിയ പ്രയാസമായിരുന്നു. ഇന്നിപ്പോൾ റേഞ്ചിൽ 10 മദ്രസകളുണ്ടെങ്കിൽ 2000 രൂപയും പിന്നീട് ഓരോ മദ്രസക്കും 100 രൂപയും ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ അത് കിട്ടണം. പക്ഷെ ഇന്നിപ്പോൾ സാമ്പത്തികമായി വലിയ പ്രയാസങ്ങളൊന്നും റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജില്ലാ ഗ്രാൻഡ് 1970 തുടങ്ങി ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഗ്രാൻഡ് നൽകലെ. ഇപ്പോൾ അത് 3000 രൂപയാണ് 10 റേഞ്ച് വരെ. പിന്നെ ഓരോ റേഞ്ചിനും 150. അപ്പോൾ പാലക്കാട് ജില്ലയിലൊക്കെ ഇപ്പോൾ 57-58 റേഞ്ച് ഉണ്ടെങ്കിൽ ഒരു 15000 രൂപയോളോ അല്ലെങ്കിൽ 12000 ഒക്കെ രൂപയോളം ജില്ലാ ഗ്രാൻഡായിട്ട് ജമിയത്തുൽ മുഅല്ലിമീന് കിട്ടും. പിന്നെ തദ്രീബ് പദ്ധതി 2011 ആരംഭിച്ചതാണ്. തദ്രീബ് പദ്ധതി കൊണ്ടുണ്ടായ മാറ്റം വിവരണാതീതമാണ്. അത് വിവരിക്കാൻ കഴിയില്ല. നിങ്ങളൊക്കെ അതിന് അനുഭവസ്ഥരാണ്. എന്തായിരുന്നു റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെയൊക്കെ പണ്ടത്തെ അവസ്ഥ? ഞാനൊക്കെ ഉള്ള പണ്ട് റേഞ്ചിൽ ചെന്നാൽ ബാക്കിലൊരു 4 ബെഞ്ച് ഉണ്ടാവും. ആ 4 ബെഞ്ചിൽ കുറേ മുഅല്ലിമീങ്ങൾ വട്ടം കൂടി ഇരിക്കുന്നുണ്ടാവും ചുറ്റുമായിട്ട്. ഒരാളുടെ കയ്യിൽ സിറാജ് ഉണ്ടാവും, മറ്റൊരാളുടെ കയ്യിൽ ചന്ദ്രിക ഉണ്ടാവും. അന്ന് സുപ്രഭാതം ഇല്ല, 2014 സുപ്രഭാതത്തിൻ്റെ വരവ്. സുപ്രഭാതം ഉണ്ടാവും, ചിലവരുടെ കയ്യിൽ റിസാല ഉണ്ടാവും, സുന്നി വയസ്സ് ഉണ്ടാവും, ചിലവരുടെ കയ്യിൽ ഈ സാധനം ഉണ്ടാവും പുറത്തു പോയിട്ട്. എന്നിട്ട് പറയും എന്ത് റേഞ്ചാ ഇതിനാണ് മനുഷ്യൻ മദ്രസയിൽ മുടക്കി രാവിലെ വരുന്നത്? എന്ത് റേഞ്ചാ ഈ പണിക്ക് ആരെ കിട്ടാൻ? അതൊക്കെ ഞാൻ എത്രയോ കണ്ടതാണ്. പിന്നെ ചില ആളുകൾ മസാല പ്രസവമായി ലോകത്തില്ലാത്ത കുരുക്കുമായിട്ട് കയറി വരും. എന്നിട്ട് റേഞ്ചിൽ വെച്ചിട്ട് മസാല ചോദിക്കും. മസാല ചോദിച്ചാൽ അതിൻ്റെ മുഴത്തമതായ അഭിപ്രായം മറ്റുള്ള കലീലായ അഭിപ്രായങ്ങളും വെച്ചിട്ട് ഇങ്ങനെ തർക്കിച്ച് ആ റേഞ്ച് ഒന്നുമല്ലാതാവുന്നൊരവസ്ഥയും പണ്ടൊക്കെ ഉണ്ടായിരുന്നു.
അതിനൊക്കെ ഒരു മാറ്റം കുറിച്ച ഏറ്റവും വലിയ വിപ്ലവമാണ് 2011 നമ്മളൊക്കെ കൂടിയെടുത്ത തദ്രീബ് പദ്ധതി. ആ തദ്രീബ് പദ്ധതി കൊണ്ട് 3 മണിക്കൂറും 10 മിനിറ്റാണ് സമയം നിശ്ചയിച്ചെങ്കിൽ ഒരു പണി ഇപ്പോൾ നടക്കൂല, വേണ്ടാത്ത പണികളൊന്നും നടക്കൂല. ഇപ്പോൾ പുതുതായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യം തദ്രീബിൽ കൊണ്ടുവന്ന, കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഒരു പരിപാടി, പ്രത്യേക ഒരു പരിപാടിയുണ്ട്. ആർക്കാ പറയാൻ കഴിയുക? ഒന്ന് ഉറക്കനെ പറയും. മുനാക്കശ കൃത്യമായ ഒരു ഡിബേറ്റ് പോലെ അവതരിപ്പിക്കുകയാണെങ്കിൽ ശ്രദ്ധേയമായിരിക്കും. ഇനി ആ കേൾക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിൽ പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പോയിന്റുകൾ ജീവിതത്തിൽ പകർത്തി തൻ്റെ മദ്രസയിൽ ചെന്നുകൊണ്ട് തൻ്റെ കുട്ടികൾക്ക് പകർത്തി കൊടുക്കാനുള്ള ബോധവും കൂടി നിങ്ങൾക്കൊക്കെ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇപ്പോൾ റേഞ്ചിൽ മാലിന്യങ്ങൾ ശാക്തീകരണം നടന്നു കഴിഞ്ഞു. പക്ഷേ കുട്ടികൾ ഇപ്പോഴും, വിദ്യാർത്ഥികൾ ഇപ്പോഴും ശാക്തീകരണത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നിട്ടില്ല. നമ്മൾ പഠിച്ച ആ ഇൽമുണ്ടല്ലോ, അത് കുട്ടികളിലേക്ക് എത്തുമ്പോഴേ ജമിയത്തുൽ മുഅല്ലിമീൻ പണ്ട് തീരുമാനിച്ച ലക്ഷ്യപ്രാപ്തിയിലെത്തൂ എന്ന് അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ലഭിക്കുന്ന അറിവുകളെ കൃത്യമായി മനസ്സിലാക്കി അത് ബോധനം ചെയ്താൽ മാത്രമേ തദ്രീബിൻ്റെ ഉദ്ദേശശുദ്ധി ഫലപ്രദമാവുകയുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പണ്ടൊക്കെ കുട്ടികളെ വല്ലാതെ പീഡിപ്പിച്ചിരുന്നു, നോക്കിയിട്ടും നുള്ളിയിട്ടും തച്ചിട്ടും കുത്തിയിട്ടുമൊക്കെ. കൃത്യമായി കുട്ടികളുടെ സൈക്കോളജിക്കൽ അറിയുന്ന ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് തദ്രീബിൻ്റെ പ്രവർത്തനം കൊണ്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് പഴയമാതിരല്ലേ, വടിയെടുത്താൽ എന്താ കുഴപ്പം, പോക്സോ ഒക്കെ ഉണ്ടല്ലോ, വരും, വളരെ ഗൗരവമായിട്ട് കാണണ്ട. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തദ്രീബിൻ്റെ പ്രവർത്തനം വളരെയധികം ഭംഗിയോടുകൂടി മുന്നോട്ട് പോവുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മുഅല്ലിം ഡേ, ജമിയത്തുൽ മുഅല്ലിമിൻ്റെ കീഴിൽ ഇപ്രാവശ്യം ജൂലൈ മുഹറം 1 മുതൽ 30 വരെയുള്ള കാലങ്ങളൊക്കെ വെച്ച് ജൂലൈ മുതൽ ജൂലൈ 15 വരെ തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല, മുഅല്ലിം ഡേ ആചരിക്കണം. എന്താ മുഅല്ലിം ഡേ കൊണ്ടുണ്ടായ നേട്ടം? ഈ വർഷം 28 വീടുകൾ നൽകി 10 ലക്ഷം രൂപ കൊടുത്തിട്ട് എത്രയായി? 2,80,00,000. ഇപ്രാവശ്യത്തെ മുഅല്ലിം ഡേന് 2024 എത്ര അറിയോ? 3,90,00,000 സംതിങ് ആണ് ഈ വർഷം നമ്മൾ പിരിച്ചെടുത്തത്. കഴിഞ്ഞ വർഷം 3,40,00,000 ആണെങ്കിൽ ഈ വർഷം 3,90,00,000 സംതിങ് രൂപ ഉണ്ടായി. പക്ഷേ അതിൽ 2,80,00,000 രൂപ വീട് പണിക്ക് തന്നെ ജമിയത്തുൽ മുഅല്ലിമീൻ നൽകി. വളരെ നിഷ്പ്രയാസം. എത്രയോ ആളുകൾ സ്വന്തമായി വീട് ലഭിച്ച് കണ്ണീർ വാർത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ജില്ലയിൽ 2 വീടോ 3 വീടോ പൈസ ഇപ്പോൾ പോയോ? ഇവിടെ 2 ആളുമില്ല. 2 വീട് പാലക്കാട്, 2 3 നടന്നുള്ളൂ പാലക്കാട് ജില്ലയിലെ. ഒരു വീടിൻ്റെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ ഓമാലോചിനോട് ചോദിച്ചു. അപ്പോൾ ആ ഏറ്റവും വലിയ മനോഹരമായ ഒരു പരിപാടിയാണ് മുഅല്ലിം ഡേ. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും ഉത്സുകരായി ആ ഫണ്ടിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ കഠിന ശ്രമം നടത്തേണ്ടതുണ്ടെന്ന് സാന്ദർഭികമായി ഉണർത്താണ്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കിട്ടുന്നവർക്ക് അത് വലിയൊരു ഉപകാരമായി മാറും. പിന്നെ ഇനി പരീക്ഷ, ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു പോകാം. നമ്മളെത്ര പരീക്ഷ നടത്തുന്നുണ്ട്? 3 പരീക്ഷയല്ലേ? എന്താ നിങ്ങളൊന്നും ഉറക്കനെ പറയാത്തേ? 3 പരീക്ഷ. പദവാർഷിക പരീക്ഷ എന്നാ നടക്കുക? ഏത് മാസത്തിലാ? എന്ന് തുടങ്ങും? ചൊവ്വാലോ? പാദവാർഷിക പരീക്ഷ അറബി മാസം ഏത് മാസത്തിലാണ് തുടങ്ങുക? സഫറിലെ? സഫർ ഇല്ല പോവില്ല. അതാണ് റബീഉൽ അവ്വൽ പറഞ്ഞേ. സഫർ, മുഹറം, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 4 മാസത്തെ സിലബസിൽ നിന്നാണ് എന്തുണ്ടാവുക? പാദവാർഷിക പരീക്ഷ ഉണ്ടാവുക. സഫർ 1 പരീക്ഷ തുടങ്ങും. ഇപ്രാവശ്യം പരീക്ഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ശ്രദ്ധിക്കാം. ചെയർമാൻമാരുടെ സംഗമത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, 2ാം ക്ലാസ്സിൽ തജ്വീദ് ഇല്ലല്ലോ. തദ്രീബ് തിലാവ ഉണ്ടോ? 2-ല് ഉണ്ടോ? തദ്രീബ് തിലാവ ഉണ്ടോ? ഉണ്ട്. എല്ലാം 2 മറുപടിയും കിട്ടണേ. കിതാബായിട്ടുള്ള കൈപുസ്തകമായിട്ടുള്ളത് ഇവിടുന്ന് മറുപടി പറഞ്ഞാൽ റെഡി. 3ാം ക്ലാസ്സിലുണ്ട്, 4ാം ക്ലാസ്സിലുണ്ട്. ഇതുവരെ ഖുർആൻ പരീക്ഷൻ്റെ ശൈലി എങ്ങനെയായിരുന്നു? ഒരു 50 മാർക്ക് ഉണ്ടാവും ഖിറാഅത്തിന്. 50 മാർക്കിൽ ഇപ്പോൾ 2ാം ക്ലാസ് ആണെങ്കിൽ നടത്തി ഓത്തിന് 25ഉം അക്ഷരശുദ്ധിക്ക് 25, 50 മാർക്ക് കൊടുക്കുന്ന രീതിയായിരുന്നു പരീക്ഷ രീതിയിലുണ്ടായിരുന്നത്. ഏതെങ്കിലും സൂറത്തിൻ്റെ 1, 2, 3, 4 ആയത്ത് ക്രോഡീകരിച്ച് അതിൽ നടത്തി ഓത്തിന് 25ഉം അക്ഷരശുദ്ധിക്ക് 25ഉം.
മൂന്നാം ക്ലാസ്സിലെത്തുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും. എങ്ങനെ? നടത്തി ഓത്ത് ഇത്ര, പിന്നെ മഹ്റജ്, ചില അക്ഷരങ്ങളുടെ മഹ്റജ് ചോദിക്കും. ആ മഹ്റജിന് അക്ഷരശുദ്ധി ഉണ്ടെങ്കിൽ മാർക്ക് നൽകി. പിന്നെ ഹുറൂഫുൽ ഹൽക്ക് പോലെയുള്ള തജ്വീദിൻ്റെ തുടക്കത്തിൽ പറയുന്ന 2 or 3 പാഠങ്ങളിൽ നിന്ന് വരുന്ന തജ്വീദിൻ്റെ ഭാഗങ്ങളിൽ വരുന്ന ഹുറൂഫുൽ ഹൽക്ക് പോലെയുള്ള അക്ഷരങ്ങളെ ഏതൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരശുദ്ധി പരിഗണിച്ചുകൊണ്ടും ആണ് മാർക്ക് നൽകുക. അതിന് അഹ്കാം കൊടുത്തിട്ടുണ്ടാവും, വിധികൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ശേഷം ഇബ്തിദാവും വഖഫൊന്നും 4ാം ക്ലാസ്സിലുണ്ടാവില്ല. ഹുസ്നു സൗത്ത് 3ാം ക്ലാസ്സിലുണ്ടാവില്ല. അത് 4ാം ക്ലാസ്സിലെത്തുമ്പോൾ ചെറിയ മാറ്റത്തോടു കൂടി അവിടെ എന്തുണ്ടാവും? അഹ്കാം, ഹുസ്നു സൗത്ത്, വഖഫ്, ഇബ്തിദാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊരു മാർക്ക് കൊടുത്തുകൊണ്ട് 50 മാർക്കായിരുന്നു കണ്ടെത്തിയിരുന്നത്. പിന്നെ തജ്വീദിൻ്റെ പരീക്ഷ വേറെ ഉണ്ടാവും. ഹിഫ്ള് അതിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഒരു പേപ്പർ ഉണ്ടാവുക ക്ലാസ് മുഅല്ലിമിനെ. അയാളത് നോക്കി ആ മാനദണ്ഡം അനുസരിച്ച് കുട്ടിയുടെ ഖിറാഅത്ത് പരിശോധിച്ച് ഹിഫ്ള് പരിശോധിച്ച് മാർക്ക് നൽകുന്ന രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ചെറിയൊരു മാറ്റം ഉണ്ടായില്ലേ? നിങ്ങൾ ഉറങ്ങണോ? ഇല്ലല്ല. എന്താ മാറ്റം എന്ന് പറയാൻ കഴിയുമോ? ചെയർമാൻമാരുടെ ക്ലാസ്സിൽ ഞാൻ പെരിന്തൽമണ്ണ സൂചിപ്പിച്ചിരുന്നു. ആരും മുണ്ടണില്ല. ഹക്കീം ഫൈസി മുണ്ടണില്ലല്ലോ. ഞങ്ങൾ കുറേ ഇരുന്ന് ചർച്ച ചെയ്താണ്. 2 ദിവസം എങ്ങനെ നടത്തണം എന്നുള്ള ചർച്ചയിൽ എൻ്റെ കൂടെ പങ്കെടുത്ത പൈസയാണ് ഇരിക്കുന്നത്. അതോടെ ഞാൻ ബാക്കിലേക്ക് നോക്കിയത്. എന്നാൽ ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുമോ? തദ്രീബ് തിലാവ ഖുർആനും ഒറ്റ പേപ്പറായിരിക്കും. തദ്രീബ് തിലാവക്ക് വേറൊരു പേപ്പർ ഉണ്ടാവുന്നതല്ല എന്നുള്ളതാണ് നിയമം. അതെന്താ കാരണം? ഖുർആനും തജ്വീദും ഒപ്പം കൊണ്ടുപോകണം എന്നാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ കാഴ്ചപ്പാട്. 2 ഒന്നിച്ച് കൊണ്ടുപോകണം. 2 ഒന്നിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അപകടം വരും. അപ്പോൾ വേറെ 2 പേപ്പറാക്കിയാൽ പിന്നെ അത് പഴയ രൂപത്തിൽ തന്നെ മാറും. തജ്വീദ് പഠിപ്പിക്കുന്ന മാതിരി അതാണ് പഠിപ്പിച്ചത്, ആ വഴിക്ക് പോകും. മറ്റേത് ഇങ്ങനെയും പോകും. അപ്പോൾ ഇപ്രാവശ്യം പണി ചെയ്തു. എന്താ ചെയ്താൽ അറിയോ? 2ാം ക്ലാസ്സിൽ പിന്നെ തദ്രീബ് തിലാവൻ്റെ പരിക്കില്ലാത്തത് കൊണ്ട് ഇടർച്ചയില്ലാത്ത ഓത്തിന് ഒരു 20 മാർക്ക് നൽകാമെന്ന് വെച്ചോളേ. ഇടർച്ചയില്ലാത്ത ഓത്തിന് 50 മാർക്ക് ഉണ്ടെങ്കിൽ പിന്നീട് അക്ഷരശുദ്ധിക്ക് ഒരു 3, 4, 5 ഹർഫുകൾ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ അക്ഷരശുദ്ധി പരിഗണിക്കുക. അപ്പോൾ ഒരു മൂല്യം വെച്ചു, അക്ഷരശുദ്ധി 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ലല്ലോ, 3-ലല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ നിങ്ങൾ ഇപ്പോൾ തന്നെ ചോദിക്കുന്നത്? 1ാം ക്ലാസ്സിൽ മുഅല്ലിമിൻ്റെ പണി എന്താ? അക്ഷരശുദ്ധി പഠിപ്പിക്കലാണ്. വേറെ എന്താ പണി? അക്ഷരശുദ്ധിയോടുകൂടി ഖിറാഅത്ത് പഠിപ്പിക്കലാണ് മുഅല്ലിമിൻ്റെ ജോലി. ആ അക്ഷരശുദ്ധി കുട്ടി 2ാം ക്ലാസ്സിലെത്തുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഖാഫ്, ഐന് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ, ഹാ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിന് 3 or 4 മാർക്ക് അതിൻ്റെ അപ്പുറത്ത് കോളത്തിലുണ്ടാവും. അപ്പോൾ ആ കുട്ടി കൃത്യമായി മൊഴിയുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പേന കൊണ്ട് 3 മാർക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനൊരു ശരി ഇട്ട് കൊടുത്താൽ മതി. ഇത്രേ പണിയുള്ളൂ. അവിടെ മൊത്തം കൂട്ടി അത്ര കിട്ടും. 2ാം ക്ലാസ്സിൻ്റെ അവസ്ഥയാണ്. 2ാം ക്ലാസ്സിലെ ഖുർആൻ്റെ അളവ് എത്രയാണെന്ന് പറയാൻ കഴിയുമോ? ഒരു ജുസും സൂറത്തുൽ ഫാത്തിഹയും അല്ലേ? ഫാത്തിഹ ഉൾപ്പെടും കേട്ടോ. ആ ഒരു ജുസ് ചിലപ്പോൾ ഫാത്തിഹ അപ്പുറത്താണെങ്കിൽ ഇതിൽ പെട്ടതല്ല മറ്റോടത്തില്ല എന്നൊക്കെ പറയണ്ട. അപ്പോൾ ഒരു ജുസ് ആണെങ്കിൽ സൂറത്തുൻ നാസിയാത്ത് പറയാം നമ്മൾ. സൂറത്തുൻ നബൈൻ്റെ നേരെ തൊട്ടൊരു സൂറത്താണ് സൂറത്തുൻ നാസിയാത്ത്. ആ നാസിയാത്തിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നാസിയാത്തി ഗർഖം വന്നാഷിതാത്തി നഷ്താ എന്ന് തുടങ്ങുന്ന ഒരു 4 ആയത്ത് കൊടുക്കും. ഈ 4 ആയത്ത് കുട്ടി ഇടർച്ചയില്ലാത്ത ഓതുണ്ടെങ്കിൽ, ഓത്താണെങ്കിൽ തപ്പിത്തടവില്ലാത്ത ഓത്തുന്ന ഇടർച്ചയില്ലാത്ത ഓത്തിൻ്റെ അർത്ഥം. തപ്പിത്തടഞ്ഞല്ല കൃത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അതിന് 20 മാർക്കും അതോടുകൂടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അക്ഷരങ്ങളുടെ മാർക്കും കൊടുത്ത് തീർക്കും. അപ്പോൾ തദ്രീബ് തിലാവ ഹാൻഡ് പുസ്തകത്തിലുള്ളതിലേക്ക് മടങ്ങി വരാം, കുഴപ്പമില്ല. ഇനി 3ാം ക്ലാസ്സിലാണ് ഈ പ്രധാന മാറ്റം. 3ാം ക്ലാസ് അൽ ഖുർആൻ തദ്രീബ് തിലാവ എന്നൊരു ഹെഡിങ് ഉണ്ടാകുക. മറ്റേ ഖുർആൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അൽ ഖുർആൻ തദ്രീബ് തിലാവ എന്നുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തുൽ ജിന്നിലെ ഒരു 4 ആയത്തെ, അല്ലെങ്കിൽ സൂറത്തുൽ ഖസസിലെ എന്നൊക്കെ പറയാം. ടൈം ടേബിൾ പ്രകാരം എവിടെയുള്ളെങ്കിൽ അതിലെ ഒരു 4 ആയത്ത് കുട്ടീനെ കൊണ്ട് ഓതിപ്പിക്കുക. ഓതിപ്പിച്ചതിന് ശേഷം അതിൻ്റെ നേരെ താഴെ ഉണ്ടാവും ഹുറൂഫ് ഷഫത്തൈനി, ഷഫത്തൈൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ആ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആ കള്ളിയിലുണ്ടെങ്കിൽ അതിൻ്റെ നേർക്ക് ശരി മാർക്കുണ്ടെങ്കിൽ അവിടെ നിന്ന് ശരിയിട്ട് കൊടുത്താൽ മതി. കുട്ടിയുടെ പണി അതാ. പിന്നെ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളാണെങ്കിൽ ഹുറൂഫുൽ കൽക്കലത്തിൻ്റെ അക്ഷരം കുത്തുബുജതാണെങ്കിൽ
ആ പദങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തിരഞ്ഞു പിടിച്ചിട്ടുണ്ട് അതിന് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ പദങ്ങളല്ലാത്തതുണ്ടാവും. അല്ലെങ്കിൽ ഇസ്തയിലായിൻ്റെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അതിന് മാർക്ക് ചെയ്യേണ്ട പണിയുള്ളൂ. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഓത്തും കഴിഞ്ഞാൽ കുട്ടിയുടെ പരീക്ഷ അതോടെ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? ഖുർആൻ പരീക്ഷയുടെ പേപ്പർ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. എല്ലാ കുട്ടികൾക്കും ഉണ്ടായാലേ ആ പേപ്പർ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് കുട്ടികൾക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് അതിൻ്റെ പുറകിൽ തദ്രീബ് തിലാവത്ത് കൊടുത്തിട്ടുണ്ടാവും. ഒരു 3, 4, 5 ചോദ്യങ്ങൾ ഇതേമാതിരി ഉണ്ടാവും, വളരെ സഹലായ ചോദ്യങ്ങൾ. അതിന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് ശരി ഉത്തരം എഴുതേണ്ട 1, 2 ഉത്തരങ്ങൾ പേന കൊണ്ട് എഴുതണമെങ്കിൽ അതും എഴുതിയിട്ട് മുഅല്ലിമിൻ്റെ അടുത്ത് വരിക. മുഅല്ലിമ് കുട്ടിയുടെ ഖിറാഅത്ത് പരിശോധിക്കും, മഖ്റജ് പരിശോധിക്കും. അതിൽ രേഖപ്പെടുത്തിയ മാർക്ക് ആ കുട്ടിക്ക് നൽകിയാൽ ആ കുട്ടിയുടെ ഖുർആൻ പരീക്ഷ പൂർത്തിയായി. എന്തൊരു സംശയമുണ്ടോ? ഉണ്ടോ? മഫ്ഹൂമായില്ലേ? അപ്പോൾ ഇതേ രൂപമാണ് 4-ലുണ്ടാകുക. അപ്പോൾ വളരെ സഹിലായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. പക്ഷെ പഠിപ്പിക്കേണ്ടത് വളരെ ഗൗരവമായിട്ടുമാണ് എന്നും പറയാം. അപ്പോൾ ഇതാണ്. പിന്നെ ചിലവരൊക്കെ റേഞ്ച് ജമിയത്തുൽ ഉലമാൻ്റെ കീഴിൽ പരീക്ഷയുടെ സർക്കുലർ കിട്ടിയാൽ പറയും 8 ദിവസം പരീക്ഷ, വേറെ പണിയൊന്നുമില്ല, കുട്ടികൾക്ക് എത്ര പഠിപ്പിക്കാണ്ട് മനുഷ്യനെ, ഈ പരീക്ഷ 8 ദിവസം നടത്തിയിട്ട് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളെ നമ്മളെ കൂട്ടത്തിൽ കണ്ടേക്കാം. അവരോട് പറയേണ്ടത് പരീക്ഷ പഠനമാണ്. പരീക്ഷ പഠനമാണ്. ഈ പരീക്ഷകളൊക്കെ വരുമ്പോൾ 2, 3, 4 പാടണമെങ്കിൽ ആ പാഠങ്ങളൊന്നും കൂടി തക്രാർ ചെയ്ത് ആവർത്തനം ചെയ്ത് അതിൻ്റെ ഭാഗങ്ങളിലേക്കൊന്ന് പോയി നോക്കുകയും കുട്ടികളിലെ ശ്രദ്ധ ഊന്നുകയും ചെയ്യുന്ന വലിയൊരു സംരംഭമാണ് പരീക്ഷ. അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു മുഅല്ലിം ഇപ്പോൾ വിഘടിതരം നമ്മളെ കൂടെ അല്ല, നമ്മൾ വിഘടിതരൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ ഇരുന്ന് റേഞ്ചിൽ വിഘടിതരെ വേറെ കുപ്പായോട്ട് വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തലേ. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പരീക്ഷ ഈ രൂപത്തിൽ കാണണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി മുഅല്ലിം പെൻഷൻ എൻ്റെ പുറകിൽ നേരം വയ്യ ടീക്ക പറയണേ. ഇനി മുഅല്ലിം പെൻഷൻ ഇനി മുഅല്ലിം പെൻഷൻ 1999 തുടങ്ങി 300 രൂപയായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. ഇപ്പോൾ 2016 പിന്നെ 2016 എത്തുമ്പോൾ 500 ആയി, 2018 എത്തുമ്പോൾ 1000 ആയി, 2022 എത്തുമ്പോൾ 1200 ആയി, 2024 എത്തുമ്പോൾ അതെത്രയാണ്? പെൻഷൻ എത്രയാണ്? നിങ്ങളൊന്നും അവിടേക്ക് ചിന്തിക്കുന്നേ അല്ല തോന്നല്ലേ. 1000 വാഫി പറഞ്ഞു 1300 1300 കൊടുക്കണത്. അത് വാങ്ങുന്ന 750ഓളം ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം ഉണ്ട്. കുറേ ആൾക്കാർ മരിച്ചുപോയി കേട്ടോ, അപേക്ഷകൾ കുറേ വന്ന് കൊടുത്തതാണ്. മരിച്ചുപോയതിൻ്റെ ബാക്കിയായിട്ട് 750ഓളം ആളുകളുണ്ട് 1300 രൂപ പെൻഷൻ വാങ്ങുന്നവരെ. അവർക്കൊക്കെ പെൻഷനും എല്ലാ മാസവും അവർ തന്ന അക്കൗണ്ടിലേക്ക് കൃത്യമായി ചെല്ലും. അപ്പോൾ അത് വലിയൊരു ആശ്വാസമാണ്. എത്ര മക്കളടുത്ത് പൈസ ഉണ്ടെങ്കിലും അവനാൻ്റെ പോക്കറ്റിലുള്ള പൈസക്കെ അവനാന് സുരക്ഷിതത്വമുള്ളൂ, ഉപയോഗമുള്ളൂ. മറ്റേത് കിട്ടൂല എന്നല്ല. ചിലപ്പോൾ രാവിലെ ഒരു ദിവസം 100 വെച്ചാൽ പിറ്റേ ദിവസം അമ്മമാർ ഇന്നലെ ഞങ്ങൾക്ക് 100 തന്നു, ഇന്ന് 100 വേണമെന്നൊക്കെ ചോദിക്കുന്ന മക്കളൊക്കെ കൂട്ടത്തിൽ അള്ളാഹു ആ വഴിക്ക് നമ്മൾ എത്തിക്കാതിരിക്കട്ടെ. സ്വന്തമായി കാലിൽ നിന്നുകൊണ്ട് സ്വന്തമായ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മരിക്കാൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി അതോടുകൂടെ ജമിയത്തുൽ മുഅല്ലിമീൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് ഗ്രാറ്റുവിറ്റി. എന്താ ഗ്രാറ്റുവിറ്റി? സർവീസിൽ നിന്ന് പിരിയുമ്പോൾ എത്ര വർഷം സർവീസ് വേണം? 35 വർഷം സർവീസും 60 വയസ്സുള്ളൊരു മുഅല്ലിം പിരിയുമ്പോൾ, 35 വർഷം സർവീസും 60 വയസ്സുമുള്ളൊരു മുഅല്ലിം പിരിയുമ്പോൾ അദ്ദേഹത്തിന് ജമിയത്തുൽ മുഅല്ലിമീൻ നൽകുന്ന വലിയൊരു ഹദിയ, ഒരു പാരിതോഷികമാണ് ഗ്രാറ്റുവിറ്റി. ഞാൻ കഴിഞ്ഞ തഖ്വീഫ് പറഞ്ഞിരുന്നു, എന്നാലും ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്. എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം? ഇപ്പോൾ എത്രയാണോ അയാൾ അവസാന വർഷം പിരിയുമ്പോൾ വേതന വിഹിതം അടച്ചതെങ്കിൽ അതിൻ്റെ 35 വർഷത്തിന് ഓരോ വർഷത്തിനും 5 ദിവസം എന്നുള്ള നിലക്ക് അതിനെ ഗുണിച്ചാൽ കിട്ടുന്ന 175 ദിവസങ്ങൾ ഇൻറ്റു എത്രയാണോ അദ്ദേഹം സർവീസിൽ നിന്ന് പിരിയുമ്പോൾ വേതന വിഹിതം അടച്ചെങ്കിൽ അതിനെ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യക്കാണ് ഗ്രാറ്റുവിറ്റി എന്ന് ഇപ്പോൾ നൽകി വരുന്ന പേര്. അപ്പോൾ ചില വളവന്മാരുണ്ടാവും, എന്താ അറിയോ, ഞാൻ കൊടകിലുണ്ടാകുമ്പോൾ വിലായിപ്പട്ട റേഞ്ചിലുണ്ടാകുമ്പോൾ ഒരു മുഅല്ലിമിൻക്ക് ഒരു കുറിപ്പ് വന്നു, വേതന വിഹിതം അടക്കാൻ വേദനയുണ്ട്, തൽക്കാലം അടക്കുന്നില്ല എന്ന്. കൊടുവള്ളിക്കാരനാ മൂല്യർ. അപ്പോൾ അയാൾ
പണ്ട് നമ്മളിവിടെ MSR ഒക്കെ മുഖത്തേക്ക് എറിഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ വന്നിട്ട് MSR കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്ന് നിൽക്കുന്ന കാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറയാം എന്നെയൊക്കെ റേഞ്ചിൽ നിന്ന് അപേക്ഷാപറ ചുരുട്ടിയിട്ട് ഒരൊറ്റ അത് പിടിച്ചോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചുരുട്ടി എറിഞ്ഞ ആളിനെ ഒരു ദിവസം പാണക്കാട് വെച്ച് ഞാൻ കണ്ടു. എന്താ ഇപ്പോൾ ഇവിടെയെന്ന് ചോദിച്ചു. ഉസ്താദെ ഞാൻ തങ്ങളെ കാണാൻ വന്നതാ, എൻ്റെ MSR കിട്ടാൻ വല്ല മാർഗം കൊണ്ട് ചോദിച്ചു. എറിഞ്ഞോടത്ത് പോയി ചോദിച്ചു പറഞ്ഞ ചിരിച്ചോണ്ട് പറഞ്ഞ. അപ്പോൾ ഒന്നും പറയാം, 35 × 5 ഒരു വർഷത്തിന് 5 ദിവസം എന്നുള്ള കണക്കിൽ 35 × 5 ആകുമ്പോൾ എത്ര വരും? 175. 175 ഒരാളെ ശമ്പളം 15,000 ആണെങ്കിൽ അയാൾ 500 അടച്ചിട്ടുണ്ടാവും. വേതന വിഹിതം 500 അടച്ചിട്ടുണ്ടാവും. അപ്പോൾ 175 × 500 അപ്പോൾ എത്ര കിട്ടും? ആ കിട്ടുന്ന സംഖ്യയാണ് ഗ്രാറ്റുവിറ്റി. പിന്നെ ചില വളവന്മാരുണ്ട്, എന്താ അറിയോ, പണ്ടൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നു. ശമ്പളം 6,000 10,000 ആണ്, ഞാൻ പള്ളിയിലും കൂടി ഖത്തീബാണ്, എനിക്ക് പള്ളിയിൽ നിന്ന് 7,000 ശമ്പളം ഉള്ളത്, പിന്നെ 3,000 മദർസക്ക്, അതുകൊണ്ട് ഞാൻ 100 അടക്കുകയാണ്. അങ്ങനെ 100 അടക്കുന്നവരുണ്ടായിരുന്നു, 10 ഉറുപ്പ്യ അടക്കുന്നവരുണ്ടായിരുന്നു, 50 ഉറുപ്പ്യ അടക്കുന്നവരുണ്ടായിരുന്നു ഈ വളവ് ഉപയോഗിച്ചിട്ട്. അങ്ങനെയുള്ള വളവന്മാർ തൽക്കാലം കൊടുക്കും ഈ ഗ്രാറ്റുവിറ്റിക്ക്. എന്താ അറിയോ, മുമ്പത്തെ 5 വർഷത്തിൻ്റെ താരതമ്യം ചെയ്തിട്ടാണ് കൊടുക്കൽ. അതെങ്ങനെയാ? ഒരു വർഷം 300 അടച്ചു, ഒരു വർഷം 400 അടച്ചു, മറ്റൊരു വർഷം 500 അടച്ചാൽ മറ്റൊരു വർഷം 600 അടച്ചു. 6 5 11 4 15 3 18. 18നെ ഗുണിച്ചാൽ കിട്ടുക, 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടത്രേ 3 15 300 രൂപ. 300 രൂപ അല്ലെങ്കിൽ 350 രൂപയാണ് ഉണ്ടാവുക. 350 × 35 കിട്ടുക. മൊത്തം 5 വർഷത്തെ താരതമ്യം ചെയ്ത് ആ സംഖ്യ കൂട്ടിയാൽ, ആ സംഖ്യ കൂട്ടിയതിന് പിന്നീട് തന്നെ ഹരിച്ച് കിട്ടിയാൽ ഒരു ദിവസത്തിന് എത്ര വരുമെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റിയുടെ സമീപനത്തിൻ്റെ സംഖ്യ. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഈ 2025 ഒരാൾക്ക് ശമ്പളം 15,000 ആണ്. 15,000 ആണെങ്കിൽ അയാളെ വേതന വിഹിതം എത്ര അടക്കണം? 500 രൂപ. 2024 അയാൾക്ക് ഈ 15,000 ശമ്പളം ഉണ്ടെങ്കിലും ആ വിദ്വാൻ എന്ത് ചെയ്തു? 300 രൂപ അടച്ചുള്ളൂ, വേറൊക്കെ പല കാരണം പറഞ്ഞിട്ട്. അപ്പോൾ 500 300 എത്രയായി? 800. അതിൻ്റെ മുമ്പത്തെ തൊട്ട ബാക്കിലുള്ള വർഷം അദ്ദേഹം അടച്ചത് എത്രയാണ്? 200 വെച്ചോ. 200 വെച്ചാൽ ഇപ്പോൾ 800 200 എത്രയായി? 1000 ആയി. പിന്നെ അതിന് തൊട്ട വർഷം 100 അടച്ചു, പിറ്റേ വർഷം 100 അടച്ചു. അപ്പോൾ 800 100 1000 ആയി. ഈ 1000നെ 5 വർഷം കൊണ്ട് പിന്നെ ഹരിച്ചാൽ കിട്ടുക എത്രയാണ്? 250 രൂപയല്ലേ കിട്ടുക? അല്ല, 200 രൂപയാണ് കിട്ടുക. ആ 200 രൂപക്കായിരിക്കും 175 × 200 ആയിരിക്കും ഗ്രാറ്റുവിറ്റി നൽകുക. ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്താലായി പറയണേ. ചെയ്തെങ്കിലേ പറയണം, ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഈ 500 തന്നെ സംഭവം ലഭിക്കും. അപ്പോൾ പെൻഷനും ഗ്രാറ്റുവിറ്റിയൊക്കെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി നേതാക്കളെ വിഭാവനം ചെയ്തൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. മുഅല്ലിമിൻ്റെ വരുമ്പോൾ എന്നെങ്ങൾ ഓർത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഫണ്ട് വിജയിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 1300 പെൻഷൻ കൊടുക്കുന്നതൊക്കെ 1500 1600 കൊടുക്കാൻ ജമിയത്തുൽ മുഅല്ലിമീന് കഴിയും. പടച്ചവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. 1 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി വാങ്ങിപ്പോയവരൊക്കെ ഉണ്ട്. 1.25 ലക്ഷം വാങ്ങിയതുണ്ട്, 50,000 വാങ്ങിയവരുണ്ട്, 70,000 വാങ്ങിയവരുണ്ട്. പിരിയുമ്പോൾ അതൊക്കെ കിട്ടുക എന്നുള്ളത് വലിയൊരു സന്തോഷം തന്നെയാണ്. ഇനി പ്രവർത്തക അലവൻസ്, ഈ റേഞ്ച് ജില്ലാ സെക്രട്ടറിമാർക്ക് പ്രവർത്തക അലവൻസ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കേട്ടാൽ സങ്കടമൊന്നുമില്ലല്ലോ. ജില്ലാ സെക്രട്ടറിക്ക് 3000 കൊടുക്കുന്നുണ്ട്, പ്രസിഡന്റിന് 2000 കൊടുക്കുന്നുണ്ട് ഒരു വർഷം വർക്ക് ചെയ്താൽ. റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സെക്രട്ടറിക്ക് അടുത്ത വർഷം മുതൽ 3000 രൂപ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറവാണ്, 2400 ഉള്ളൂ. അടുത്ത പിന്നെ പ്രസിഡന്റിന് 1200 ആണ്, പിന്നെ ചെയർമാൻ 1500. പിന്നെ IT കോർഡിനേറ്റർ എന്ന സംഭവം ഇപ്പോൾ ഇല്ലാതാക്കിയാലോ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം IT കോർഡിനേറ്റർ പല കാര്യങ്ങളും അപ്രൂവൽ ചെയ്യുമ്പോൾ സെക്രട്ടറി അറിയില്ല. പിന്നെ അപ്രൂവൽ കഴിഞ്ഞ് അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വരുമ്പോഴാണ് റേഞ്ച് സെക്രട്ടറി അറിയുക. അതുകൊണ്ട് തന്നെ 2 ധ്രുവങ്ങൾ വേണ്ട, അധികാര കേന്ദ്രങ്ങൾ വേണ്ട, ഒറ്റ അധികാര കേന്ദ്രം മതി. സെക്രട്ടറിക്ക് IT മേഖല അറിയില്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറിയുടെ സഹായം ആവശ്യപ്പെടാം. ജോയിൻറ്റ് സെക്രട്ടറി IT അറിയുന്ന ഒരാളെ തിരഞ്ഞെടുക്കലാണ് ഏറ്റവും ഗുണകരം. ഇക്കുറി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകണ്ട. അടുത്ത വർഷം ജോയിൻറ്റ് സെക്രട്ടറി IT അറിയുന്ന ആളാണെങ്കിൽ അയാളെ വിളിക്കുക. അല്ല, സെക്രട്ടറിക്ക് അറിയില്ലെങ്കിലേ വിഷയമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ സെക്രട്ടറി പഠിച്ചാൽ മതി. അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ക്ഷേമനിധി വിവാഹം. ക്ഷേമനിധിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് വിവാഹം. വിവാഹത്തിന് ഇപ്പോൾ എത്ര കുട്ടികളുണ്ടെങ്കിൽ എപ്പോൾ കെട്ടിക്കുകയാണെങ്കിൽ അപേക്ഷ എന്നാലേ അയാൾ സർവീസ് അനുസരിച്ച സംഖ്യ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പ കാര്യത്തിലില്ല. ഇപ്പോൾ കഴിഞ്ഞൊരു കുട്ടിയെ കെട്ടിച്ചു,
കുട്ടിയെ കെട്ടിച്ചപ്പോൾ അയാൾക്ക് 32,000 റുപ്യ ക്ഷമനിധി കിട്ടിയെങ്കിൽ ഈ വർഷം അപേക്ഷിച്ചാൽ അയാൾക്ക് വീണ്ടും 32,000 തന്നെ കൊടുക്കാൻ ജമിയത്തുൽ ഉലമ തയ്യാറാണ്. അത് ചെയ്തു പോലും കൂടിയും ചെയ്യുന്നുണ്ടെന്നും കൂടി സന്തോഷ വാർത്തകൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളെ കെട്ടിക്കുമ്പോൾ അപേക്ഷ ഉത്തരവാദപ്പെട്ടവരോട് അന്വേഷിക്കാൻ നിൽക്കേണ്ട, നേരിട്ട് അപേക്ഷിച്ചാൽ ആ കാര്യം നടക്കും. പിന്നെ ഈ വർഷം സ്വദേശി റേഞ്ചിൻ്റെ വാർഷികം നടക്കണം. ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്നതുകൊണ്ടാണ് ഫോൺ കൊടുത്തത്. സ്വദേശി റേഞ്ച് വാർഷിക സംഗമം നടത്തണം. അതിൻ്റെ അജണ്ടയും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളെന്താക്കും, നിങ്ങൾക്ക് അയച്ചു തരും. അത് നടത്തേണ്ടതാണ്. പിന്നെ സംസ്ഥയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സിറാത്തുൽ മുസ്തഖീം എന്നൊരു പ്രോഗ്രാമിനെ സെൻട്രൽ കൗൺസിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 17-ാം തീയതി നടക്കേണ്ടതായിരുന്നു അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം. അതിന് റേഞ്ചിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരാണ് പങ്കെടുക്കേണ്ടത്. അപ്പോൾ ജമിയത്തുൽ ഉലമയുടെ ഒരു ആഗ്രഹം, ഏറ്റവും വികാരവായ്പുള്ള വരക്കൽ ഒരു ഓഡിറ്റോറിയം വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പണി ചെയ്തു വരുന്നു. അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അവിടെ വെച്ചിട്ട് ഒരു ആദർശംഗമം നടത്താനായിരുന്നു തീരുമാനം. ഹലാബത്തുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ മാധുര്യം എന്ന പേരിട്ടുകൊണ്ട് ഒരു പ്രത്യേക ശൈലിയിലും രൂപത്തിലൊക്കെ അഹ്ലുസുന്ന അവതരിപ്പിക്കാനായിരുന്നു തീരുമാനം. അതുമായി ബന്ധപ്പെട്ടായിരുന്നു 17-ാം തീയതി സംസ്ഥാനതല ഉദ്ഘാടനം പ്രഖ്യാപിച്ചത്. പക്ഷേ വരക്കൽ ആ ബിൽഡിങ്ങിന് പണി തീരാത്തതുകൊണ്ട് ചേളാരിയിലേക്ക് തന്നെ മാറ്റി. ചേളാരിയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ ഈ AC വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് ഒരു മെരുക് വീണ് അതവിടെ ചത്ത്. അതിൻ്റെ മണം ഈ 14-ാം തീയതി നമ്മൾ അടിച്ചുവാരി വൃത്തിയാക്കുന്ന സന്ദർഭത്തിലാണ് ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഈ മണം പോകണമെങ്കിൽ ഒരാഴ്ചയോളം വീണ്ടും സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അസൗകര്യം നേരിട്ടുകൊണ്ട് മാറ്റിയതാണ്. അല്ലാതെ അവിചാരിതമായ കാരണങ്ങളാലല്ല. അസൗകര്യങ്ങൾ നേരിട്ടതിനാൾ പരസ്യമായിട്ടാണ് പറയുകയാണ്. ഈ സന്ദർഭത്തിൽ പല ആളുകളും ചിന്തിക്കും അതൊക്കെ മാറ്റിവെച്ചതിൻ്റെ പിന്നിലൊക്കെ ചില കുബുദ്ധികളുണ്ടായേക്കാൻ. അപ്പോൾ ഒരാളോട് ഞാൻ എഴുതി കൊടുത്ത മാറ്ററിൽ അവിചാരിതമായ കാരണങ്ങളിൽ നിന്ന് വെച്ചപ്പോൾ മനസ്സിലായി, അങ്ങനെ വെച്ചാൽ വിചാരിക്കാത്ത പലതോടെ നടന്നു എന്ന് വേണ്ട, ചില അസൗകര്യങ്ങളാൽ എന്ന് ആക്കിയാൽ മതി. അങ്ങനെ തന്നെയായിരുന്നു മാറ്റർ ഉണ്ടായിരുന്നത്, അസൗകര്യങ്ങളാൽ എന്ന്. അപ്പോൾ അസൗകര്യം ഇതാണെന്ന് ഉറക്കനെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് നടക്കും. അതിൻ്റെ രൂപം സംസ്ഥാന തലത്തിൽ റേഞ്ച് ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും പ്രസിഡന്റും പങ്കെടുക്കണം. പിന്നെ ജില്ലാ തലത്തിൽ റേഞ്ചിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ എത്ര ഉണ്ടാവും? റേഞ്ചിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ വാഫി പറയും എത്ര ഉണ്ടാവും? എന്താണ് ഇങ്ങനെ ആയാലേ? 4 ആളോ? 7 ആൾ ടീക്ക പറയുന്നുണ്ട്. 7 ആൾ. ഞാൻ എണ്ണണം. പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി, 2 ജോയിൻറ്റ് സെക്രട്ടറിമാർ, ട്രഷറർ. ഇപ്പം എത്രയായി? 7. ഈ 7ഉം പിന്നെ സുന്നി ബാലവേദിയുടെ ചെയർമാനും കൺവീനറും കൂടി അതിൽ കൂട്ടാം എന്നൊരു അഭിപ്രായമുണ്ട്. 9 പേരെ ഉപയോഗിച്ചുകൊണ്ടാണ് ജില്ലയിലെ പരിപാടി നടത്തുക. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തി റേഞ്ചിൽ നിന്ന് അത് മദ്രസയിലേക്കും മദ്രസയിൽ നിന്ന് കുടുംബങ്ങളിലേക്കും ഇറങ്ങുന്ന ചാർട്ട് അതിന് കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയ രീതിയിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ അവതരണം പോലെയല്ല. അതിന് ഇൻട്രാക്ഷനും പ്രൊസീഡിയും ഒക്കെ ഉണ്ടാവും. സ്റ്റേജിൽ തന്നെ ഇൻട്രാക്ഷൻ ഉണ്ടാവും. ചോദ്യങ്ങളും ഉത്തരങ്ങൾക്കുള്ള മറുപടിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ പ്രൊസീഡിയർ നിയന്ത്രിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് തെരഞ്ഞെടുപ്പിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തങ്ങളോട് സംസാരിച്ചപ്പോൾ 2-ാം തീയതി 4-ാം തീയതി ഡേറ്റ് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ തിരിച്ചു വിളിക്കാൻ തങ്ങൾ എന്നോട് പോയപ്പോൾ പറഞ്ഞു, തങ്ങൾ തിരിച്ചു വിളിച്ചാൽ 2-നോ 4-നോ നടക്കും. 4-ാം തീയതി ആകുമ്പോൾ പെരുന്നാൾ ലീവിൽ പെട്ടുപോകുന്നൊരു പേടിയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ 2-ാം തീയതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിലുണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. പിന്നെ മയ്യത്ത് പരിപാലന സഹായം 10,000 രൂപ നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അത് കൃത്യമായി മരിച്ചാൽ ചെയ്യേണ്ട പണികളൊക്കെ റേഞ്ച് സെക്രട്ടറിമാർക്ക് അറിയാം. അവർ കൃത്യമായിട്ട് ചെയ്ത് അത് ഇല്ലല്ല ബാക്കി വരുന്നുണ്ട് ടീക്കാവുന്നൊരു പരിപാടി. ഇനി മഹ്കമ. ഇന്നലെ ഞാൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി യോഗത്തിലായിരുന്നു. ഇന്നലെ കൗൺസിലിലായിരുന്നു. ഉച്ചനേഷം പോകുന്നത്. മിനിഞ്ഞാന്ന് കോഴിക്കോടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഇഷ്യൂസും എല്ലാവർക്കും അറിയാലോ. പല ഭാഗത്തുനിന്നും പല ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വരും. മറ്റവനെ ശരിയാക്കണം, ഇവനെ ശരിയാക്കണം, മറ്റവനെ കയറ്റണം എന്നൊക്കെ പറയുന്ന രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ മഹ്കമയിൽ ഇന്നലെ ഞാൻ മലപ്പുറത്ത് ചെന്നപ്പോൾ മേശപ്പുറത്തുണ്ട് ജില്ലാ ജമിയത്തുൽ ഉലമയുടെ റെക്കോർഡുകളൊക്കെ നല്ല തിളങ്ങുന്ന പേപ്പറിൽ തിളങ്ങുന്ന ലെഡ്ജറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഹുസൈൻ കുട്ടികളോട് ചോദിച്ചു, അല്ല ഇതെന്താ അങ്ങനെ? മഹ്കമയിലെ പോയിൻ്റ് കിട്ടണമല്ലോ എന്ന് പറയണ്ടായി. ചുരുക്കത്തിൽ അങ്ങനെ
എല്ലാ റേഞ്ചുകളുടെയും എല്ലാ ജില്ലകളുടെയും ഒക്കെ ഫയലുകളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ടി.കെ. അതിനൊരു കാരണക്കാരനാണ്. ടി.കെ. കൺവീനറാണ്. പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കി അതിൻ്റെ പകർത്ത് കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ട് മനോഹരമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ടി.കെ. അതിൻ്റെ പിന്നാലെ കൂടി ഞാൻ അതിൻ്റെ ചെയർമാനൊക്കെ തന്നെയാണ്. എന്നെ വിളിച്ച് ശല്യപ്പെടുത്താലും ഞാൻ ചിലപ്പോൾ അവിടെ പോയിരുന്നിട്ട് വേറെ ഷൂവിലുണ്ടാവും. ഏതായാലും അത് ഭംഗിയായിട്ട് നടത്തി. ഈ വർഷം അത് വളരെ ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം എ ഗ്രേഡിന് പകരം A+ ആണ്. A+. എത്ര 475 മാർക്കല്ലേ? 500 മാർക്ക് കിട്ടുകയാണ്. പിന്നെ 500ൻ്റെ പുറത്ത് വരുമ്പോൾ A+ 500 കൊടുക്കും. അതിന് മേലെ വരുന്നതും വളരെ ഭംഗിയായിട്ട് നടത്തിയ മഹക്കമ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. എന്താ ഗുണം? ഒന്ന് ചില ആളുടെ, എല്ലാവരും പറയും, ചില ആളുടെ കയ്യിൽ ഈ സാമ്പത്തികമായ കാര്യമൊക്കെ പെട്ട അത് പിന്നെ കൊടുക്കുക, നാളെ കൊടുക്കുക, അടുത്ത ആഴ്ച കൊടുക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ റൊട്ടേറ്റഡ് ആവുക പറ്റൂല. അത് അഴിമതിയാണ് സത്യത്തിൽ. ഒരു പൈസ നമ്മളെടുത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിനുപയോഗിക്കാതെ മറ്റൊരു വഴിയിലേക്ക് ഉപയോഗിക്കലാണ് അഴിമതി. അല്ലാതെ കക്കലല്ല അഴിമതി. അഴിമതി പറഞ്ഞാൽ ഇതാണ്, വേറൊരു വഴിക്കാനും ചിലവാക്കുക. അതല്ലേ ഗവൺമെൻറ്റിലൊക്കെ ഉണ്ടാകുന്ന കുഴപ്പം. അപ്പോൾ ആ നിലക്ക് പല റേഞ്ചുകളിൽ അതുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ക്രമക്കേടുകൾ, ആ ക്രമക്കേടുകളൊക്കെ വളരെ ഭംഗിയായി. പിന്നെ അക്കൗണ്ട് സിസ്റ്റം നമ്മളെ ആളുകൾക്ക് ആർക്കും അറിയില്ല. സത്യത്തിൽ നമുക്കുള്ളൊരു വീഴ്ച എവിടെ അറിയോ? ലീഡർഷിപ്പ് നമുക്ക് പലവേലില്ല, എനിക്കടക്കല്ല. എന്താ ലീഡർഷിപ്പ് പറഞ്ഞാൽ? അയാൾക്കുണ്ടാവേണ്ട ഗുണം വിശ്വസ്തത, സാമ്പത്തിക വിശുദ്ധി, ശാരീരിക വിശുദ്ധി, സ്വഭാവം, പെരുമാറ്റം, നടത്തം, ഇരുത്തം, ഇതൊക്കെ ലീഡർഷിപ്പിൽ പെടും. ഈ ലീഡർഷിപ്പിൻ്റെ ചില പോരായ്മയാണ് താഴെ തട്ടുന്ന മേലേ തട്ട് വരെ നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പറയല്ല, നമുക്ക് അടുത്തറിയുന്ന ആളുകളൊക്കെ ചിലപ്പോൾ തിരിയും. അവർക്ക് ചില ആൾക്ക് വിശുദ്ധിയുടെ കാര്യത്തിൽ സാമ്പത്തിക വിശുദ്ധി ഉണ്ടാവില്ല, ബാക്കിയൊക്കെ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ അപക്വമായ പെരുമാറ്റം, ഒരാൾ അത്ര ഉത്തരവാദപ്പെട്ട സ്റ്റേജിലെത്തിയാലും വേണ്ടാത്ത പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂല. അതുകൊണ്ട് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ റേഞ്ച് തലം മുതൽ സെൻട്രൽ കൗൺസിൽ വരെയുള്ള ആളുകൾക്ക് ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ ക്ലാസ് കൊടുത്ത് മുന്നേറണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ആ വഴിക്ക് ഇതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ മേൽഘടകത്തിന് താഴോട്ട് വരുന്നിടത്തോളം നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. അതിന് ആ വഴിക്ക് നീങ്ങാൻ റബ്ബ് എന്താക്കട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. മഹക്കമ എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. ഈ വർഷം കൂടെ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ റമദാൻ്റെ മുമ്പ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഒരു യോഗത്തിൽ സംബന്ധിക്കുകയുണ്ടായി. ഗിഫ്റ്റ് വിതരണത്തിൻ്റെയും ഒക്കെ യോഗമായിരുന്നു. ഇന്നൽ കണ്ടപാട് മുഅല്ലിമീങ്ങൾ ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മഹക്കമങ്ങൾ അടുത്ത വർഷം നടത്തണം. ഇവിടെ നിങ്ങൾ പ്രഖ്യാപിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല, സെൻട്രൽ കൗൺസിൽ വേണം. കൗൺസിലിൽ പോയിട്ട് നിങ്ങളെ പ്രഖ്യാപിക്കണം. അത്രക്കും മാറ്റങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ അഭിപ്രായമൊക്കെ മുൻകൈ എടുത്താണ് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം മഹക്കമ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളൊക്കെ ഉഷാറാവണം. ഈ വർഷം എ ഗ്രേഡ് നേടാൻ കഴിയാത്ത റേഞ്ചുകളൊക്കെ അടുത്ത വർഷം എ ഗ്രേഡ് നേടി മുമ്പിൽ വരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പാലക്കാട് ജില്ലയിലെ മുഴുവൻ റേഞ്ചുകളും A+ നേടി, ജില്ലയിൽ A+ നേടി അവാർഡ് വാങ്ങുന്ന മനോഹരമായ കാഴ്ച കാണാൻ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാണ്. ടി.കെ. പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊന്ന് വായിക്കാം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. റേഞ്ചുകൾ നിയമാനുസൃതം അംഗത്വം സ്വീകരിച്ച് സേവനകാലത്ത് നിര്യാതനായ കുടുംബത്തിൽ സഹായിക്കാൻ ആളില്ലാത്ത ഉസ്താദിൻ്റെ കുടുംബത്തിന് എല്ലാ മാസവും അവരുടെ വീട്ടിലേക്ക് 2000 രൂപയുടെ പലചരക്ക് സാധനങ്ങൾ എത്തിക്കുന്ന സഹായ പദ്ധതി അഥവാ തനാസുർ പാലക്കാട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ ഈ വർഷം മുതൽ നടപ്പാക്കി വരുന്നതായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇതിൽ ഇപ്പോൾ നൽകുന്നത് ഒന്ന് കോട്ടായി റേഞ്ച് സെക്രട്ടറി ആയിരുന്ന ഇബ്രാഹിം ഉലൂമിയുടെ കോട്ടായി ചുങ്കമെന്ന കുടുംബത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മറ്റൊന്ന് വല്ലപ്പുഴ റേഞ്ചിൽ ചെയർമാനായിരുന്ന അഷ്റഫ് അൻവരി, ആ പാറൻ്റെ മുകളിൽ ചെറിയ കൂട് വെച്ച് കൂടി നമ്മൾ മരിച്ചിട്ട് പോയി. വളരെ സാധു അല്ലേ സാർ, നമ്മൾ പോയിരുന്നു അല്ലേ? ആ പാറൻ്റെ മുകളിൽ ചെറിയ കുടിൽ വെച്ച് താമസിക്കുന്നൊരു അല്ലാഹു കബൂലിയത്ത് നൽകുമാറാവട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റവും വലിയ സംഭവം. ഇപ്പോൾ ഏതായാലും തക്കാറുബുണ്ട്, ഇങ്ങനെ തവാറുസുണ്ട്, തനാസുറുണ്ട്. തഫാല ബാബിന് ഒരു ഒഴിവുമില്ല. ഇപ്പോൾ ആ സാധു ആ ബാബിനെ ഇങ്ങനെ പിടികൂടുക മനുഷ്യന്മാർ, മൂല്യന്മാർ മുഴുവൻ അതിൻ്റെ പിന്നിലിങ്ങനെ കൂടുക. തവാറുസ് നടപ്പിലാക്കി വന്നു. പറയണ്ടേ
ഇപ്പം ഇന്നലെ മലപ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ അത് മാറ്റിയിട്ട് ഗ്രീക്ക് ഭാഷയിലേക്ക് പോയിട്ടുള്ള അവൻ ചോദിച്ചു തഫാലഭാഗമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ മൂലയിൽ ചിരിക്കാൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. ഇനി മുസാബക്ക അങ്ങോട്ടും പറഞ്ഞ് നിർത്താം, ഒരുപാട് പറയാനുണ്ട്. കഴിഞ്ഞ മുസാബക്കയുടെ ദേശീയ മത്സരം ദാറുൽ ഹുദയുടെ ബ്രാഞ്ചായ എന്താ ടീക്ക സ്ഥലത്തിൻ്റെ പേര്, എന്താ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നതല്ല, ഭീവണ്ടിയിലാണ് നടത്തപ്പെട്ടത് ദേശീയ മത്സരം. ടീക്ക ഉണ്ടായിരുന്നു കൂടെ, അതുകൊണ്ടാണ് ടീക്കനോട് ചോദിച്ചത്. ഭീവണ്ടിയിലാണ്. ബോംബെയിൽ നിന്ന് ഒരു 5-6 മണിക്കൂർ യാത്ര ചെയ്താൽ ചെല്ലുന്ന സ്ഥലമാണ് ഭീവണ്ടി. മനോഹരമായ കെട്ടിടം, ഒരാളെടുത്തു കൊടുത്താൽ തരാം. അത് കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവായിട്ട് അവിടെ ഒരു ബാച്ചാണുള്ളത്. ഉത്തരേന്ത്യയിലെ നാസിക്കിൽ നിന്നുള്ള, അതുപോലെയുള്ള മഹാരാഷ്ട്രയുടെ വിവിധ കോണുകളിൽ നിന്നുള്ള, ഡൽഹിയിൽ നിന്നുള്ള, ആസാമിൽ നിന്നുള്ള കുട്ടികളൊക്കെ. അവിടെ നടന്ന മുസാബക്കയിൽ 2ാം സ്ഥാനം നേടിയത് പശ്ചിമ ബംഗാളിലെ കുട്ടികളാണ്. ആ കുട്ടികളൊക്കെ അറബി അക്ഷരങ്ങളെ ഇംഗ്ലീഷ് സ്പെല്ലിങ്ങിൽ പകർത്തി കൊടുത്തിട്ട് അല്ലെങ്കിൽ ചില അക്ഷരങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു ബുർദ ചൊല്ലിയിരുന്നത്. പടച്ചോനെ അത് കണ്ടപ്പോൾ കണ്ണിന്ന് വെള്ളം വീണു. നമ്മളെ ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ ഒരു ഏടാണല്ലോ ഈ കാണുന്നത്. അങ്ങനെ ദേശീയ മത്സരം വളരെ ഭംഗിയായി നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വർഷം അത് കുണിയയിൽ വെച്ച് നടത്താനാണ് നമ്മളെയൊക്കെ ആഗ്രഹം. കുണിയ പറഞ്ഞാൽ എവിടെയാ? 100ാം വാർഷികം നടക്കുന്ന വേദിയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ല പണിയുണ്ടാവും. ഈ വർഷം മാലിന്യങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. ഏതായാലും മുസാബക്ക വരുന്നതിൽ ഇതൊക്കെ പാടെ ഏറ്റെടുക്കണോ എന്ന് ചിന്തിക്കുന്ന, ഭയപ്പെടുന്ന കൂട്ടിലുള്ള ആളുകൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ചെറുതായിട്ട് വേണോ വേണ്ടേ എന്നൊക്കെ. ഏതായാലും ആ മുസാബക്കയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെച്ചങ്ങൾ, നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം അതുണ്ടാവുമെന്ന് സാന്ദർഭികമായി ഉണർത്താണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒന്ന് ഓടിച്ചു പോയി. അപ്പോൾ ഈ ആനുകൂല്യങ്ങളും അനുബന്ധ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമായി മുന്നോട്ട് പോകാറുണ്ട്. അപ്പോൾ തൗഫീക്ക് നൽകുമാറാവട്ടെ. പിന്നെ നമ്മളെ പ്രവർത്തനങ്ങളിലൊക്കെ അസൂയുള്ള ആളുകളും ചിലപ്പോൾ ഉണ്ടാവും. ഇവരിങ്ങനെ ഒരുമിച്ച് കൂടുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളുടെ പ്രവർത്തനം കൊണ്ടല്ല, പൂർവികരായ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ നിഷ്കളങ്കരായ ആളുകളുടെ പ്രവർത്തന ഫലമാണ് നമ്മളുടെ ഈ വളർച്ചയും ഈ പുരോഗതിയും ഈ ചിന്തയൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. നാളെ അവരുമായി ജന്നാത്തുനായിമിൽ അഥവാ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടെ റബ്ബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. മരണം വരെ സമസ്തയുടെ ഹാദിമീങ്ങളായി പ്രവർത്തിക്കാൻ റബ്ബേ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ആ പ്രസ്ഥാനത്ത് തകർക്കുന്നവരെ നീ പരാജയപ്പെടുത്തുന്ന തമ്പുരാനെ. ഇസ്സത്തുള്ള ജീവിതം തരുന്ന തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി